അപ്പോൾ നമുക്കിത് ക്യാമറ നമുക്ക് ഓണാക്കാം. അപ്പോൾ ഓണാക്കാനായിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. സെയിം ബട്ടൺ തന്നെയാണ് നമ്മൾ ക്യാമറ വർക്ക് ചെയ്യുന്ന സമയത്ത് മോഡൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് പിന്നീട് കാണിക്കാം. അപ്പോൾ നമുക്കിത് ലോങ് പ്രസ് ചെയ്യാം. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ഓണായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റപ്പ് വിൻഡോ ലോഞ്ച് ആവും. ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്കത് ഓക്കെ കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത് ലീഗൽ സ്റ്റഫാണ്. എഗ്രി ഡിസഗ്രി. നമുക്ക് എഗ്രി ചെയ്യേണ്ട വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. എഗ്രി കൊടുക്കാം. നെക്സ്റ്റ് GPS ആണ്. GPS ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് തൽക്കാലം ഓഫ് കൊടുക്കാം. പിന്നെ GoPro ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ സിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് മൊബൈലിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിത് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് കാണിക്കാം. തൽക്കാലം ഇപ്പോൾ നമുക്ക് സെറ്റപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഡേറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മന്താണ്, സെക്കൻഡ് ഡേറ്റ് ആണ്. MMDD ഫോർമാറ്റിലാണ്. അപ്പോൾ Jan 25. ഇനി ടൈം സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് PM, പിന്നെ ഇത് hours, മിനിറ്റ് ഒക്കെയാണത്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. വേണ്ട 54% ആണ് ചാർജ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്റ്റാറ്റസ് കാണാം, എത്ര ടൈം ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ. ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ ലെങ്തി ആവും വീഡിയോ. ഇതിനായിട്ട് മെയിനായിട്ട് ഇവിടെ കാണുന്ന പോലെ നമുക്കൊരു 3 വിൻഡോ ആണ് ഉള്ളത്. അത് ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി. എല്ലാ ഓപ്പറേഷനും ഇവിടെ തന്നെയാണ്. ഉണ്ടോ? ഇതിപ്പോൾ ടൈം ലാപ്സ് റെക്കോർഡിങ്ങിനൊക്കെയാണ്. അതിന് ഇത് വീഡിയോ എടുക്കാനായിട്ട്. ഇനി ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫോട്ടോ. ഇങ്ങനെ 3 ഓപ്ഷനാണ്. ഇത് സെയിം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബട്ടൺ പ്രസ് ചെയ്താലും സംഭവിക്കുക. ടൈം ലാപ്സ്, വീഡിയോ, ഫോട്ടോ. നമുക്ക് വീഡിയോയിലാക്കിയിടാം. പിന്നെന്താണ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളിതിൻ്റെ റെസൊല്യൂഷനും ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ലീനിയർ, വൈഡ്, സൂപ്പർ വ്യൂ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ മാറ്റാനായിട്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ. GoPro Hero 7ൻ്റെ മെയിൻ ഫീച്ചർ സ്റ്റെബിലൈസേഷൻ ആണല്ലോ. അപ്പോൾ അതാണിത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ റെസൊല്യൂഷൻ 1080. ഇപ്പോൾ 4Kയിലൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4K പ്രസ് ചെയ്യാം. അങ്ങനെ മാറ്റാം. 1080. ഇത് ഫ്രെയിം റേറ്റ്, ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് ഇതൊക്കെ നമുക്ക് മാറ്റാം. വീഡിയോയിലെ ഓപ്ഷൻസാണ്. വീഡിയോ ലൂപ്പിംഗ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. പിന്നെ ഇത് സൂം ചെയ്യാനായിട്ട്. ജസ്റ്റ് ക്യാമറയിലൊക്കെ സാധാരണ മൊബൈൽ ക്യാമറയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു സൂമിങ്. പിന്നെ നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ വരും. അതായത് ഇവിടെ നമുക്ക് മൈക്കൊക്കെ ഓഫ് ചെയ്യാനും സൗണ്ടൊക്കെ ബ്രൈറ്റ്നെസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പ്രിഫറൻസിൽ പോയി നോക്കാം. ഇപ്പോൾ കണക്ഷൻസ്, ജനറൽ, ഡിസ്പ്ലേ, അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇപ്പോൾ ആപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനാണെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കാൻ, വയർലെസ് ഒക്കെ ഓണാക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്കിത് ഓണും ഓഫൊക്കെ ആക്കാം. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുത്ത് നോക്കാം. വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ
ഷട്ടർ ബട്ടൺ. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോയിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഉണ്ട് ഇവിടെ നമുക്ക് വീഡിയോ ഐക്കൺ കാണാം. ഇതൊന്ന് പ്രസ് ചെയ്യേണ്ട താമസം റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. അത് സെയിം ബട്ടൺ പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ആവും. നമുക്ക് റെക്കോർഡ് ചെയ്ത ആ ഫയലൊന്ന് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യുക. അത് താഴത്തുനിന്ന് മുകളിലോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്മൾ ക്യാമറയിൽ എന്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഫയലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നായിട്ട് കാണിക്കുന്നത്. പ്ലേ ചെയ്യാം. നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മറ്റു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചുറ്റിനുള്ള നമുക്ക് ഈ ഐക്കൺസ് ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻറ്ററായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പോകും. ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അതൊക്കെ വെക്കാം, ഒന്നുകൂടി പ്രസ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഒരു ബ്രീഫായിട്ട് ഇതിൻ്റെ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ഓഫ് ചെയ്യാനായിട്ട് സെയിം പവർ ബട്ടൺ 2-3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി.